പശുവിന്റെ പേരിൽ വീണ്ടും സംഘപരിവാറിന്റെ കാടത്തം. ഹിമാചൽ പ്രദേശിലെ സിംലയിൽ പശുവിനെ കടത്തിയെന്നാരോപിച്ച് ഒരാളെ ബജ്രംഗ് ദൾ പ്രവർത്തകർ തല്ലിക്കൊന്നു. എസ് സന്തോഷ് ദില്ലിയിൽ നിന്ന് ചേരുന്നു. സന്തോഷ്, എന്താണ് സംഭവിച്ചത്? അരുൺ, കഴിഞ്ഞ ബുധനാഴ്ചയാണ് ആ സംഭവം ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴാണ് അത് പുറത്തറിയുന്നത്. ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ പശുക്കളുമായി കയറ്റി വന്ന ട്രക്കിനെ കുറച്ച് ബജ്രംഗ് ദൾ പ്രവർത്തകർ തടഞ്ഞു നിർത്തി. ട്രക്കിന്റെ ഡ്രൈവറെ ഈ പശുവിനെ കടത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് കൂട്ടമായി ചെന്ന് ആക്രമിക്കുകയായിരുന്നു. ഇയാളാകട്ടെ ഹിമാചൽ പ്രദേശ് സർക്കാരിന്റെ തന്നെ കൗസ്ലോട്ടർ ആക്ട് പ്രകാരം ഈ ഇത് രജിസ്റ്റർ ചെയ്ത വാഹനമാണിത്. ഇത് പശുവിനെ കൊണ്ടുപോകാനും പശുക്കളെ കന്നുകാലികളെ കൊണ്ടുപോകാനുള്ള സർക്കാർ അനുമതിയുള്ള വാഹനമാണ്. പക്ഷെ ഇതൊന്നും ബജ്രംഗ് ദൾ പ്രവർത്തകർ കേട്ടില്ല. ഇയാൾ ട്രക്ക് ഡ്രൈവറെയും ഇയാളുടെ ട്രക്കിലുണ്ടായിരുന്ന മറ്റൊരു സഹായിയെയും ആക്രമിച്ചു. ഈ ട്രക്ക് ഡ്രൈവർ അല്പസമയം മുമ്പ് ഷിംലയിലെ തന്നെ ആശുപത്രിയിൽ വെച്ച് മരണമടഞ്ഞു. ഇയാളുടെ സഹായിയാണ് ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയത്. ബജ്രംഗ് ദൾ പ്രവർത്തകരാണ് ഇത്തരമൊരു ആക്രമണം നടത്തിയത്. എന്തായാലും പോലീസ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവരെ ആക്രമികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. ഈ യുപിയിൽ നിന്നും അടുത്താണ്, വളരെ അകലെയൊന്നുമല്ല ഹിമാചൽ പ്രദേശിലെ ഷിംല. യുപിയിലെ സംഭവം തന്നെ രാജ്യത്തെ ഏറെ നടുക്കുകയും ചെയ്തു. അതിന് കുറച്ച് 3 ആഴ്ചകൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അതിനിടയിൽ രണ്ടാമതും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഏറെ ഞെട്ടിച്ചിരിക്കുകയാണ്. എന്തായാലും ഇപ്രാവശ്യവും ഇത് വളരെ തെറ്റിദ്ധാരണാജനകമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തുകയും കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്.